بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كان النبي صلى الله عليه وسلم يكره النوم قبل العشاء والحديث بعدها ഇമാം മുസ്ലിം നൈസാബൂരി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ രീതിയിൽ നിന്ന് ഒരു കാര്യം പറയുന്നു. ഇശാഇന്റെ മുമ്പ് ഉറങ്ങുന്നതും ഇശാഇന്റെ ശേഷം സ്വറ പറഞ്ഞിരിക്കുന്നതും സംസാരിച്ചിരിക്കുന്നതും റസൂലുള്ളാഹിക്ക് ഇഷ്ടമല്ല, മുത്തനബി അതിനെ വിലക്കിയിരിക്കുന്നു എന്ന് മഹാനായ ഇമാം മുസ്ലിം നൈസാബൂരി തങ്ങളുടെ സ്വഹീഹ് മുസ്ലിമിൽ ഹദീസിൽ പറയുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇശാഇന്റെ മുമ്പുള്ള സമയം അത് ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള സമയമെന്നാണ് സാധാരണ തന്നെ പറയാറുള്ളത്. അത് ഖുർആനോദാനും ദിക്റ് ചൊല്ലാനും നന്നായിട്ട് പ്രാർത്ഥന നടത്താനുമുള്ള സമയമാണ്. ഈ സമയം ഉറക്കം സംഭവിക്കരുത്. അതേസമയത്ത് അതിൻ്റെ ശേഷമുള്ള സമയം, ഇശാഇൻ്റെ ശേഷമുള്ള സമയം, അത് നമുക്ക് സൗഹൃദം പങ്കുവെക്കാനും സ്വറ പറഞ്ഞിരിക്കാനും ഉള്ള ഒരു സമയമല്ല. എന്നാൽ ആധുനിക ലിബറലിസം ബാധിച്ചു പോയ പലരും എന്ന് പറഞ്ഞാൽ, ലിബറലിസം ബാധിച്ച ആള് ഒരാളുടെയും നെറ്റിത്തടത്തിൽ എഴുതി വെച്ചിട്ടില്ല ഞാൻ ലിബറലിസ്റ്റാണ് എന്ന് ഒരാളുടെയും നെറ്റിത്തടത്തിൽ എഴുതി വെച്ചിട്ടില്ല. അതേസമയത്ത് സംസാരത്തിലൂടെയും സംസ്കാരത്തിലൂടെയും സ്വഭാവത്തിലൂടെയും ആളുകൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ ഉപദേശങ്ങളും മതത്തിൻ്റെ നിർദ്ദേശങ്ങളും ദൈവികമായിട്ടുള്ള നിർദ്ദേശങ്ങളെയൊക്കെ ഉൾക്കൊള്ളാതെ മനുഷ്യന്റെ മനസ്സിൽ വരുന്ന വികാരങ്ങളെ അത് ജീവിതത്തിൽ പകർത്തിയെടുക്കുന്ന ആളുകളായിട്ട് മാറുന്നു നമ്മുടെ വളർന്നു വരുന്ന തലമുറ. അതുകൊണ്ടാണ് പാതിരാത്രികളൊക്കെ ടർഫുകളിൽ കളിച്ചിരിക്കുന്ന, അതിൽ ആർമാദം കണ്ടെത്തുന്ന ഒരു കമ്മ്യൂണിറ്റി നമുക്കിടയിൽ രൂപീകരിച്ചു വരുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, രാത്രി എന്ന് പറയുന്നത് ഉറക്കിനുള്ള സമയമാണ്, റെസ്റ്റ് എടുക്കാനുള്ള സമയമാണ്. വജഅൽന നഹാറ മആശൻ, പകൽ സമയം അധ്വാനിക്കാനുള്ള മഈശത്തിനുള്ള സമയമാണ്. ആ ശരീരം മുഴുവനും അധ്വാനത്തിന്റെ, അതല്ലെങ്കിൽ നമ്മളെടുത്ത ജോലിയുടെ കാഠിന്യം കൊണ്ട് ക്ഷീണിച്ച് അവശതയിലായിരിക്കുന്ന ആ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കേണ്ട സമയം അത് രാത്രിയാണ്. രാത്രി റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് ടർഫിലും മറ്റും കളിച്ചിരുന്ന് ശരീരത്തിന് വേണ്ട ആരോഗ്യം കിട്ടാത്ത രൂപത്തിൽ ശരീരം ശുഷ്കിച്ചു പോകും. നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല എന്തിനാണ് രാത്രിയെ ഒരു മറയാക്കി തന്നത്? വജഅൽന ലൈല ലിബാസൻ, രാത്രി ഒരു മറയാണ്. ആ മറ എന്തിനാണ്? ശരീരത്തിന് മനസ്സിന് രണ്ടിനും ഒരുപോലെ ഉറക്കം കിട്ടണം. ചില ചെറുപ്പക്കാർ, ചില കുട്ടികൾ അർദ്ധരാത്രി വന്ന് കിടക്കും, സുബ്ഹി നിസ്കരിക്കൂല, നീണ്ട ഉറക്കം. ചിലപ്പോൾ രാവിലെ 9 മണിക്ക് എഴുന്നേൽക്കും, 8 മണിക്ക് എഴുന്നേൽക്കും. സൂര്യപ്രകാശം തട്ടിയിട്ടുള്ള ഉറക്കം നിന്റെ ശരീരത്തിന്റെ ആരോഗ്യം നശിപ്പിക്കും. നിന്റെ ശരീരത്തിന്റെ ആരോഗ്യം നശിപ്പിക്കുമെന്ന് പറഞ്ഞത്, രാത്രിയിലുള്ള ഉറക്കം മനസ്സും ശരീരവും പൂർണ്ണമായിട്ട് ഉറങ്ങും. കാരണം ലിബാസ് എന്ന് പറഞ്ഞാൽ മറയാണ്. പകലോന്റെ വെളിച്ചമില്ലാത്ത കൂരിരുട്ടിന്റെ മറവിലാണ് നമ്മൾ ഉറങ്ങുന്നത്. അതേസമയത്ത് പകലുറങ്ങുന്ന ഉറക്കം, രാത്രിയിൽ ഉറങ്ങാതെ പകൽ സമയത്ത് ഉറങ്ങുന്ന ഉറക്കം, സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് ശരീരത്തിന് ഉറക്കമില്ല, മനസ്സിന് മാത്രം ഉറക്കം കിട്ടുന്നു. അതല്ലെങ്കിൽ മനസ്സിന് ഉറക്കമില്ല, ശരീരത്തിന് മാത്രം ഉറക്കം കിട്ടുന്നു. ഈ പ്രക്രിയയിലൂടെ ശരീരം പുതിയ പുതിയ രോഗങ്ങൾ, പേരറിയാത്ത പല രോഗങ്ങൾക്ക് കാരണമാകുന്നു. നോക്കൂ നിങ്ങൾ, ആധുനിക രോഗങ്ങളുടെ പേരുകൾ തന്നെ നമുക്കറിയില്ലെങ്കിലും പല ചെറുപ്പക്കാരികളും പേരറിയാത്ത പുതിയ പുതിയ രോഗങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രാത്രിയിലുള്ള ഉറക്കം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് രാത്രി വിശാലമായ ഉറക്കം നമുക്ക് ആവശ്യമാണ്. പകല് നല്ല അധ്വാനവും ആവശ്യമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭ്യമാകുന്ന സമയങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും വേണം. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നമ്മൾ നന്നായിട്ട് ഇബാദത്ത് കൊണ്ട് ആ സമയത്ത് ഉപയോഗപ്പെടുത്തണം. രാത്രി കഴിഞ്ഞാൽ പിന്നെ സംസാരിച്ചിരിക്കാൻ നമ്മൾ ഏതെങ്കിലും ജ്യൂസ് കൗണ്ടറുകളിലോ ഏതെങ്കിലും പീടികത്തിണ്ണയിലോ അതല്ലെങ്കിൽ ക്ലബ്ബുകളിലോ ടർഫുകളിലോ പോയിട്ട് നമ്മുടെ സമയത്ത് നമ്മൾ കൊന്നുകളയരുത്. നമ്മുടെ ആരോഗ്യം, അല്ലാഹു തആലക്ക് ഇഷ്ടം ഏറ്റവും നല്ല ആരോഗ്യമുള്ള മുഅ്മിനായ മനുഷ്യനെയാണ്. ആരോഗ്യമുള്ള മനുഷ്യന്റെ ഇബാദത്ത് അല്ലാഹു തആലക്ക് പെരുത്ത് താല്പര്യവുമാണ്. ഉപദേശങ്ങളൊക്കെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് അല്ലാഹു തആല നമുക്ക് തന്ന് ജീവിതം സാർത്ഥകമാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ.